ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഹിസ്റ്റോറിക്സ്. നമ്മുടെ നെറ്റ് എക്സാമിൻ്റെ PYQ സീരീസിലെ രണ്ടാമത്തെ പാർട്ടാണിത്. ഒന്നാമത്തെ പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അത് കാണാനായിട്ട് പറ്റും. ആൻഡ് നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ എഴുതുന്ന ഒരു എക്സാം തന്നെയാണ് നെറ്റ് എക്സാം എന്ന് പറയുന്നത്. ആൻഡ് ആ പ്രിപ്പറേഷനിലെ കീ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് PYQ പഠിക്കുക അല്ലെങ്കിൽ PYQ ചെക്ക് ചെയ്തിട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഗതികൾ പഠിക്കുക എന്ന് പറയുന്നത്. PYQ നോക്കാതെ നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഒരു പരിധി വരെ എന്താണ് പറയുക, ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണ്. നെറ്റ് എക്സാം നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ PYQയിലൂടെ നിങ്ങൾ ഉറപ്പായിട്ടും കടന്നു പോയിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒരു പരിധി വരെ നന്നായിട്ട് നിങ്ങൾ PYQs ഒരുപാട് വർഷങ്ങളുടെ PYQs ഒക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വേറൊന്നും പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതും അതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ PYQ നോക്കുന്ന സമയത്ത് വെറും ക്വസ്റ്റ്യൻ ആൻസർ മാത്രം നോക്കി പോവാതെ കുറച്ചുകൂടി അതിൻ്റെ ബ്രാഞ്ചുകളിലേക്ക് ഇറങ്ങി പോവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതായത് ആ ഒരു ടോപ്പിക്കിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ആ ഒരു ഏരിയ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. സോ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ളൊരു അറ്റംപ്റ്റ് തന്നെയാണ്. ക്വസ്റ്റ്യൻ നോക്കുന്നു ആൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏരിയ നോക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ഏരിയ നോക്കുന്നു എന്നിട്ട് ക്വസ്റ്റ്യൻ നോക്കുന്നു. ഈ ഒരു രീതിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. സോ ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ യൂണിറ്റ് 1 നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഒരു അപ്രോച്ച് മാറ്റുക അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളൊരു രീതിയിലേക്ക് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അറിയുന്നുണ്ടായിരിക്കും നെറ്റ് എക്സാമിന് 10 യൂണിറ്റ് ആണുള്ളത്. അതിൻ്റെ ആദ്യത്തെ 3 യൂണിറ്റ് ആൻഷ്യൻ്റ് ആൻഡ് ഏർലി മെഡീവലിൻ്റെയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. പിന്നെ 4, 5, 6 യൂണിറ്റുകൾ മെഡീവലിൻ്റെയായിട്ട് ബന്ധപ്പെട്ടതാണ്. 7, 8, 9 യൂണിറ്റുകൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ആൻഡ് 10th യൂണിറ്റ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിയോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. സോ നമ്മൾ എല്ലാ ഏരിയാസും കവർ ചെയ്യാനായിട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ കംപ്ലീറ്റ് കോപ്പറേഷൻ, കംപ്ലീറ്റ് സപ്പോർട്ട് വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ എങ്ങനെയാ പറയല്ലേ, അഭിപ്രായങ്ങളും ഫീഡ്ബാക്കൊക്കെ എന്ത് ചെയ്യുക, കമൻറ്റിൽ അറിയിക്കുക. അത് നമ്മൾ സ്വാഭാവികമായിട്ടും കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതിന് വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുന്നുള്ളത് യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും ഇങ്ങനെ ഒരു സംഗതി ചെയ്യുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ ഭയങ്കര ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരു എന്താണ് ഇൻഡസ്ട്രിയാണ് ശരിക്കും ഇതെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുള്ള മോട്ടിവേഷൻ തീർച്ചയായിട്ടും വേണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമ്മളെന്തായാലും അധികം ഇൻട്രൊഡക്ഷൻ നിൽക്കുന്നില്ല, നമ്മുടെ ഡിസ്കഷനിലേക്ക് വരികയാണ്. സോ ആദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ യൂണിറ്റ് 1 സോഴ്സുകളാണ് നമ്മുടെ ഒരു ഇന്നത്തെ ഡിസ്കഷൻ്റെ പ്രൈമറി ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് സോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഹിസ്റ്ററി എഴുതാൻ ഉപയോഗിക്കുന്ന എന്താണ് പറയുക, ഉപദാനങ്ങൾ അല്ലെങ്കിൽ സ്രോതസ്സുകൾ എന്നൊക്കെയാണ് മലയാളത്തിൽ പറയാറുള്ളത്. എന്തായാലും നമ്മളൊരു ആൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ രീതിയിലുള്ള സോഴ്സുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് ജസ്റ്റ് ഒന്ന് പറയും. സോ അതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ ആൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ സോഴ്സുകൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും ലിറ്റററി സോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആർക്കിയോളജിക്കൽ സോഴ്സുകളുണ്ട്. ലിറ്റററി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഗതി തന്നെയാണ്. റിട്ടൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്സ്ച്വൽ ഡോക്യുമെൻറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, ലിറ്റററി സോഴ്സ് എന്ന് പറയാം. ആർക്കിയോളജിക്കൽ സോഴ്സ് എന്ന് വെച്ചാൽ മെറ്റീരിയൽ റിമൈൻസ് ആണ്, അതായത് ബിൽഡിങ്ങിൻ്റെ റിമൈൻസ്, ഇങ്ങനെയുള്ള സംഗതികളാണ് നമ്മൾ ആർക്കിയോളജിക്കൽ സോഴ്സ് എന്ന് പറയാം. ദെൻ ലിറ്റററി സോഴ്സിനകത്ത് തന്നെ നമുക്കറിയാം റിലീജിയസ് ലിറ്ററേച്ചർ ഉണ്ട്, സെക്കുലർ ലിറ്ററേച്ചർ ഉണ്ട്. ദെൻ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സംഘം ലിറ്ററേച്ചർ കാണാനായിട്ട് പറ്റും. അതുപോലെ ഫോറിൻ അക്കൗണ്ട്സ് അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വന്നിട്ടുള്ള ട്രാവലേഴ്സിൻ്റെ ഒക്കെ റൈറ്റിങ്സ് ഒക്കെ ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. അതുപോലെയുള്ള എങ്ങനെ പറയില്ലേ, പുറത്തു നിന്നുള്ള ആൾക്കാരുടെ റൈറ്റിങ്സ് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. സോ ഇത്തരത്തിലുള്ള ഒരുപാട് റൈറ്റിംഗ്, ഒരുപാട് മെറ്റീരിയൽ നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രധാനമായിട്ടും റിലീജിയസ് ലിറ്ററേച്ചറിലേക്ക് വരികയാണെങ്കിൽ ബ്രാഹ്മണൻ വേദിക് ലിറ്ററേച്ചർ അല്ലെങ്കിൽ വേദിക് ലിറ്ററേച്ചർ എന്നുള്ളത്, ദെൻ ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ, ജൈൻ ലിറ്ററേച്ചർ, ഇത് മൂന്നുമാണ് നമ്മുടെ നെറ്റ് എക്സാമിൻ്റെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു വേദിക് ലിറ്ററേച്ചറിൽ വരുന്നതാണ് വേദാസ്, ബ്രാഹ്മണാസ്, അരണ്യകാസ്, ഉപനിഷത്സ്, സൂത്രാസ്, സ്മൃതീസ്, മഹാകാവ്യ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ എപ്പിക്സ് എന്ന് പറയുന്നത് രാമായണ, മഹാഭാരത, ഇതൊക്കെ വളരെ പ്രധാനമായിട്ട് നമ്മൾ നോക്കിയിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട സംഗതിയാണ്. പിന്നെ അതിനകത്ത് വരുന്ന ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറാണ്. അതിനകത്ത് നമുക്കറിയാം ത്രിപിടകാസ് എന്ന് പറയുന്നത് അല്ലേ. ദെൻ അതിനകത്ത് ജാതക സ്റ്റോറീസ്, പാലി ലിറ്ററേച്ചർ, സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ, ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലിറ്റററി വർക്ക്, അതിലെ ഓതേഴ്സ് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ജൈൻ ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ 12 അങ്കാസ്, ഉപാങ്കാസ്, പൂർവാസ്, പ്രകിരണാസ്, ചേതസൂത്രാസ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ലിറ്റററി ഫോംസ് അതിനകത്ത് വരും. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്, ബട്ട് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്നുകൂടി അത് ഈസിലി ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ ഒരു
സെക്യുലർ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് നോൺ ഹിസ്റ്റോറിക്കൽ ലിറ്ററേച്ചർ അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ലിറ്ററേച്ചർ കാണാനായിട്ട് പറ്റും. സോ ഇവിടെ എന്താണ് പറയല്, പല രീതിയിൽ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാമെന്നുള്ളതാണ്. ഇതിപ്പോൾ എല്ലായ്പ്പോഴും ഇതുപോലെ തന്നെയാണ് ക്ലാസിഫൈ ചെയ്യുക എന്നുള്ള ഒരു പ്രത്യേകിച്ച് എന്താണ് ലിഖിത നിയമമൊന്നും അതിനകത്തില്ല. സ്വാഭാവികമായിട്ട് നമ്മളെ കൺവീനിയൻസിനനുസരിച്ച് പല രീതിയിൽ നമ്മൾ അതിനെ മാറ്റിയും മറിച്ചൊക്കെ ചെയ്യാറുണ്ട് എന്ന് വേറെ സംഗതി. ആൻഡ് ഇവിടെ ആർക്കിയോളജിക്കൽ മെറ്റീരിയലിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സോഴ്സുകളിലേക്ക് വരുന്ന സമയത്ത് പെയിൻറ്റിങ്സ്, ഐഡൽസ്, അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ഫ്രം എക്സ്കവേഷൻ, നമുക്കറിയാം ഹാരപ്പൻ സിവിലൈസേഷൻ ഒക്കെ ടോട്ടലി നമ്മൾ ആർക്കിയോളജിക്കൽ റിമൈൻസ് വെച്ചിട്ട് റീകൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതുപോലെ കോയിൻസ്, മോണമെൻറ്റ്സ്, ഇൻസ്ക്രിപ്ഷൻസ്, ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. കോയിൻസ്, മോണമെൻറ്റ്സ് ഒക്കെ സ്വാഭാവികമായിട്ടും ഫോറിൻ ആൻഡ് ഇൻഡിജിനസ് ഒക്കെ അതിനകത്ത് വരും. പിന്നെ ഫോറിൻ അക്കൗണ്ട്സിലേക്ക് വരികയാണെങ്കിൽ ഗ്രീക്ക് ഓതേഴ്സ് ഉണ്ട്, ചൈനീസ് ട്രാവലേഴ്സ് ഉണ്ട്, ഫാഹിയാൻ, മാഹുവാൻ, ഹുവാൻസാങ്, അതുപോലെ ഇറ്റ്സിങ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചൈനീസ് ട്രാവലേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മെഡീവൽ പീരീഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം മിൻഹജു സിറാജ്, ഇതുപോലെയുള്ള ഒരുപാട് സ്കോളേഴ്സ് പുറത്ത് വന്ന്, ഇബ്നു ബത്തൂത്ത മൊറോക്കൻ ട്രാവലറാണ്, അതുപോലെ അബ്ദുൾ റസാഖ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ട്രാവലേഴ്സ് വന്നിട്ടുണ്ട്, അവരുടെ അക്കൗണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഹിസ്റ്ററി നെറ്റ് എക്സാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട സംഗതികളാണ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം, എന്നിട്ട് ബാക്കി ഡീറ്റെയിലേക്ക് വരാം. സോ ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ചോദ്യം ഇങ്ങനെയാണ്: ധമ്മപദ, തേരഗാഥ, തേരിഗാഥ ആൻഡ് ജാതക ടെക്സ്റ്റസ് ബിലോങ്സ് ടു വിച്ച് ബുദ്ധിസ്റ്റ് കാനോൺ? അതായത് ഏത് ബുദ്ധിസ്റ്റ് കാനോണിന്റെ ഭാഗമാണ് ധമ്മപദ, തേരഗാഥ, തേരിഗാഥ, ജാതക ടെക്സ്റ്റ് എന്നൊക്കെ പറയുന്നത്? ദീഘനികായുടെ ഭാഗമാണോ, ദെൻ സംയുക്ത നികായുടെ ഭാഗമാണോ, മജ്ജിമ നികായുടെ ഭാഗമാണോ, കുണ്ടക നികായുടെ ഭാഗമാണോ? ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യാട്ടോ. ഇങ്ങനെ നിങ്ങളുടെ കമന്റ് കാണുമ്പോൾ നമുക്ക് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും കാര്യമായിട്ട് നോക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് അതിൽ നിന്ന് റീഡ് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ഫാക്ടറാണ്. ഓക്കെ, നേരത്തെ എന്നെ കുറേ ആൾക്കാർ പേഴ്സണലി വിളിച്ചിട്ടുണ്ടായിരുന്നു നെറ്റ് എക്സാമിൻ്റെ PYQs ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും ഞാനത് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഓരോരുത്തർ എന്താണ് ഡിമാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ അതിലൊരു എൻകറേജ്മെൻറ്റ് ഉണ്ടാക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ചെയ്യാനായിട്ട് നമുക്ക് തോന്നുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് വേണം എന്നുള്ളതാണ് എനിക്കതിനകത്ത് പറയാനായിട്ടുള്ളത്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഈ നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഇത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി, കുണ്ടക നികായ എന്നുള്ളതാണ്. സോ ധമ്മപദ, തേരഗാഥ, തേരിഗാഥ, ജാതക ടെക്സ്റ്റ് ഇതൊക്കെ എന്ന് വെച്ചാൽ ഈ ത്രിപിടകാസിലെ കുണ്ടക നികായുടെ ഭാഗമാണ്. ഓക്കെ, നമ്മൾ പറയും ഏതൊക്കെയാണ് ത്രിപിടകാസ്, സുത്തപിടക, അതൊക്കെ നമ്മൾ പറയും. അതിൻ്റെ ഡിഫറെൻറ്റ് നികായാസ് ആണ് ദീഘനികായ, മജ്ജിമ നികായ, സംയുക്ത നികായ, അങ്കുത്തര നികായ, കുണ്ടക നികായ തുടങ്ങിയിട്ടുള്ളവ. സോ ആ കുണ്ടക നികായയുടെ, അതായത് അഞ്ചാമത്തെ സുത്തപിടകയിലെ അഞ്ചാമത്തെ നികായാണ് കുണ്ടക നികായ എന്ന് പറയുന്നത്. ആ കുണ്ടക നികായുടെ പാർട്ടാണ് ധമ്മപദ, തേരഗാഥ, തേരിഗാഥ, ജാതക ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കണം. ആദ്യമായിട്ട് ഇതിനകത്ത് പറയാനുള്ളത് ഈ ഒരു 5 നികായാസ്, ദീഘനികായ, മജ്ജിമ നികായ, സംയുക്ത നികായ, അതുപോലെ അങ്കുത്തര നികായ, കുണ്ടക നികായ എന്നുള്ളതാണ്. ഇത് 5ഉം ശരിക്കും പറയുന്നത് നമ്മുടെ സുത്തപിടകയുടെ ഭാഗമാണ്. ഓക്കെ, സുത്തപിടകയുടെ 5 നികായാസാണ് ഇതെല്ലാം. ഞാൻ വേറെ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദീഘനികായയുടെ അകത്ത് ചിലപ്പോൾ ഇങ്ങനെയാണ് വരിക: വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്സ്റ്റ് കണ്ടെയ്ൻസ് ദി ലോങ് ഡിസ്കോഴ്സ്, അല്ലെങ്കിൽ ബുദ്ധൻ്റെ ലെങ്തി ആയിട്ടുള്ള ഡിസ്കോഴ്സുകൾ ഉൾക്കൊള്ളുന്നത് ഏതിലാണ് എന്നുള്ള രീതിയിലൊക്കെ കാണാനായിട്ട് പറ്റും. സോ ദീഘനികായ, അത് നിങ്ങൾ പേര് കേട്ടാൽ അതിനെ മനസ്സിലാവില്ല, ദീർഘമായിട്ടുള്ള, സുദീർഘമായിട്ടുള്ള, അതാണ് ദീഘനികായ എന്ന് പറയുന്നത്. സോ ലോങ് ഡിസ്കോഴ്സ് ആണ് അത്, ലോങ് ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള ബുദ്ധൻ്റെ സേയിങ്സ്, ബുദ്ധൻ്റെ എന്താണ് പറയല് വാക്കുകൾ, ബുദ്ധൻ്റെ നമ്മളെന്താ പറയല് ബുദ്ധൻ പറഞ്ഞിട്ടുള്ള മൊഴിമുത്തുകൾ. ഓക്കെ, അതൊക്കെയാണ് ദീഘനികായ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് സ്വാഭാവികമായിട്ടും ലോങ്ങർ ആണ്, ലെങ്തി ആണ്. ദെൻ മജ്ജിമ നികായ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഭയങ്കര ലെങ്തി അല്ല, ഒരു മിഡിൽ ലെങ്ത് ആണ്. ഓക്കെ, ഒരു പാകത്തെ ലെങ്തി ആയിട്ടുള്ള ബുദ്ധൻ്റെ സേയിങ്സ് ആണ് വരുന്നത്. ദെൻ സംയുക്ത നികായ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കണക്റ്റഡ് ഡിസ്കോഴ്സ് ആണ്, ഫീച്ചറിങ് ഗ്രൂപ്പ്ഡ് ഓർ ലിങ്ക്ഡ് സൂത്താസ് എന്ന് വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ മിഡിൽ ലെങ്ത്തും ലോങ് ഡിസ്കോഴ്സും അതുപോലെ തന്നെ ഇതെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു സംയുക്തമായിട്ടുള്ള ഒരു സംഗതിയാണ് ശരിക്കും സംയുക്ത നികായ എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് അങ്കുത്തര നികായ എന്നുള്ളതാണ്, ദാറ്റ് ഈസ് അബൌട്ട് ദ ന്യൂമറിക്കൽ ഡിസ്കോഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ നമ്പേഴ്സുമായിട്ട് ഡീൽ ചെയ്ത് ന്യൂമറിക്കൽ പാറ്റേണുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നതാണ് അങ്കുത്തര നികായ. ലാസ്റ്റ് വൺ കുണ്ടക നികായ എന്ന് പറയുന്നത് ശരിക്കും മൈനർ കളക്ഷനാണ്, ചെറിയ കളക്ഷനാണ്. ആൻഡ് ഇതിനകത്ത് ഒരുപാട് ടെക്സ്റ്റുകൾ, വേഴ്സുകളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് കുണ്ടക നികായ എന്ന് പറയുന്നത്. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 3 പിടകാസാണുള്ളത്. ത്രിപിടക എന്ന് വെച്ചാൽ 3 ബാസ്ക്കറ്റ്സ് എന്നുള്ളതാണ്. എൻ്റെ പിക്ചർ മീൻസ്
ഫോട്ടോ വീഡിയോ മേ ബി ഇത് കവർ ചെയ്യുന്നുണ്ടാവാം. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം അതൊന്നുകൂടി ഹൈലൈറ്റ് ചെയ്ത് പറയണ്ടേ. സോ ഇവിടെ 3 പിടകാസ്, ഇതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും 3 ബാസ്ക്കറ്റ്സ് എന്നുള്ളതാണ്, 3 ബാസ്ക്കറ്റുകൾ. ആക്ച്വലി സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഇവരിത് എഴുതിയിട്ട് ബാസ്ക്കറ്റുകളിൽ നിക്ഷേപിച്ചു എന്നുള്ളതാണ്. സോ അതുകൊണ്ടാണ് അതിന് പിടക എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ആ 3 പിടക അല്ലെങ്കിൽ തിപിടക എന്നായിരിക്കും പാലി പ്രൊനൗൺസിയേഷൻ പറയുന്നത്. അതിനകത്ത് 3 പിടകാസിൽ 3 പിടകാസാണുള്ളത്. ഒന്ന് സുത്ത പിടക, രണ്ടാമത്തത് വിനയ പിടക, മൂന്നാമത്തത് അഭിധമ്മ പിടക എന്നുള്ളതാണ്. ഈ സുത്ത പിടക എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, ബുദ്ധാസ് സേയിങ്സ്. സുത്ത പിടക കണ്ടെയ്ൻസ് ബുദ്ധാസ് സേയിങ്സ്. ബുദ്ധന്റെ വാക്കുകൾ, ബുദ്ധൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എവിടെ ഉള്ളത്? സുത്ത പിടകയുടെ അകത്ത് ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ 5 നികായാസ് ഏതിൻ്റെതാണ്? സുത്ത പിടകയുടെ 5 നികായാസാണ്. ദീഘനികായ, മജ്ജിമ നികായ, സംയുക്ത നികായ, അങ്കുത്തര നികായ, കുണ്ടക നികായ എന്നൊക്കെ പറയുന്നത്. സോ ബുദ്ധന്റെ സേയിങ്സ് ആണ്. അപ്പോൾ അതിനകത്ത് ലെങ്തി സേയിങ്, മിഡ് ലെങ്ത്, അതുപോലെ സംയുക്ത എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ വിനയ പിടക എന്നുള്ളതാണ്. വിനയ പിടകയിൽ പ്രധാനമായിട്ടുമുള്ള സംഗതി എന്ന് പറയുന്നത് റൂൾസ് ഫോർ മോങ്സ് ആൻഡ് നൺസ്. ഇത്ര ആലോചിക്കുക. മോങ്സ് ആൻഡ് നൺസ് എന്ന് വെച്ചാൽ ബുദ്ധിസ്റ്റ് സംഘയിൽ ഉണ്ടാവുന്ന, മൊണാസ്റ്റിക് ഓർഡറിൽ ഉണ്ടാവുന്ന സന്യാസിമാരാണ്. മോങ്സ് എന്ന് വെച്ചാൽ ആണുങ്ങളായിട്ടുള്ള സന്യാസിമാർ, സന്യാസികൾ. നൺസ് എന്ന് വെച്ചാൽ സന്യാസിനികൾ, അതായത് ഫീമെയിൽ ആയിട്ടുള്ള ആൾക്കാർ. ആൻഡ് ഇവർക്ക് സ്വാഭാവികമായിട്ടൊരു സംഘയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. തോന്നിയ പോലെ ജീവിക്കാനൊന്നും പറ്റില്ല. സോ ഇവർക്കുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നത് വിനയ പിടകയിലാണ്. സിംപ്ലി ആലോചിക്കുക, മോങ്സിനും നൺസിനൊക്കെ കുറച്ച് വിനയവും എന്താണ് പറയല്, ഭവ്യതയൊക്കെ ഉണ്ടാവുന്നവരല്ലേ. വിനയം അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടിയൊക്കെ ഒരു നിയമത്തിൽ അവരെ തളച്ചിടുന്ന ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ അതാണ് ശരിക്കും വിനയ പിടക എന്ന് പറയുന്നത്. എക്സാക്ട്ലി ഈ വിനയ പിടകയുടെ അകത്ത് ഇങ്ങനെയുള്ള മൊണാസ്റ്റിക് റൂൾസ് പറയുന്ന ഏരിയ എന്ന് പറയുന്നത് പതിമോഗ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്താണ്. സോ വിനയ പിടകയുടെ ഭാഗമാണ് പതിമോഗ എന്ന് പറയുന്നത്. അതിനകത്താണ് എക്സാക്ട്ലി ഈ റൂൾസ് എത്ര എണ്ണം പുരുഷന്മാർക്ക്, എത്ര എണ്ണം സ്ത്രീകൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റായിട്ട് പറയുന്നത് പതിമോഗയിലാണ്. സോ പതിമോഗയിലാണത് പറയുന്നതെങ്കിലും വിനയ പിടക പൊതുവെ മോങ്സിനും നൺസിനും ഒക്കെ ഉള്ള റൂൾസും റെഗുലേഷൻസും ഒക്കെയാണ് പറയുന്നത്. ദെൻ അതിനകത്ത് വരുന്ന മറ്റൊരു അടുത്ത ഒരു പിടകയാണ് അഭിധമ്മ പിടക എന്ന് പറയുന്നത്. ഇനി അഭിധമ്മ പിടകയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രായം കുറഞ്ഞിട്ടുള്ള ആള് അഭിധമ്മ പിടകയാണ്. അതായത് സുത്ത പിടകയും വിനയ പിടകയും കഴിഞ്ഞിട്ടാണ് അഭിധമ്മ പിടകയുടെ കമ്പോസിഷൻ നടക്കുന്നത്. സോ കൂട്ടത്തിൽ ചെറുപ്പക്കാരൻ എന്ന് പറയുന്നത് അഭിധമ്മ പിടകയാണ്. അതിൻ്റെ അഭിധമ്മ പിടകയിൽ ശരിക്കും പറയുന്നത് ഈ പറഞ്ഞ സുത്ത പിടകയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ തന്നെ ഒന്ന് അഡീഷൻസ്, അതായത് അഡീഷൻസ് നടത്തിയിട്ടുള്ളതാണ് അഭിധമ്മ പിടക എന്ന് പറയുന്നത്. അഭിധമ്മ പിടകയിൽ അഡീഷൻസ് ആണ് നടത്തിയിട്ടുള്ളത്. സോ ഇറ്റ്സ് എ ലേറ്റർ വർക്ക് കണ്ടെയ്ൻസ് എ തറോ സ്റ്റഡി ആൻഡ് സിസ്റ്റമാറ്റൈസേഷൻ ഓഫ് ദ ടീച്ചിങ്സ് ഓഫ് ദി സുത്ത പിടക. അതായത് സുത്ത പിടകനെ ഒന്നുകൂടിയൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി ലിസ്റ്റും സമ്മറിയും ക്വസ്റ്റ്യനും ആൻസറൊക്കെ വെച്ചിട്ട് അവതരിപ്പിച്ചിട്ടുള്ളതാണ് അഭിധമ്മ പിടക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്ത ഒരു സംഗതി എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്, ഈ ഓരോ പിടകയും പിന്നീട് എന്താക്കി തിരിച്ചിട്ടുണ്ട്? നികായാസ് ആക്കി തിരിച്ചിട്ടുണ്ട്. അതായത് സുത്ത പിടകനെ നമ്മൾ 5 നികായാസ് നേരത്തെ പറഞ്ഞു അല്ലേ. അത്തരത്തിൽ ഓരോന്നിനും, അതായത് നമ്മൾ പറഞ്ഞ ഈ നമ്മുടെ എന്താണ് പറയല്, സുത്ത പിടക, വിനയ പിടക, അഭിധമ്മ പിടക, ഇതിനൊക്കെ നികായാസ് വേറെ തന്നെ ഉണ്ട്. സോ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് സുത്ത പിടകയുടെ നികായാസ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 5 ദീഘനികായ, മജ്ജിമ നികായ, സംയുക്ത നികായ, അങ്കുത്തര നികായ ആൻഡ് കുണ്ടക നികായ. ഈ കൂട്ടത്തിൽ എക്സാമിന് കൂടുതലായിട്ട് വന്നിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് കുണ്ടക നികായ എന്നുള്ളതാണ്. ആൻഡ് ഈ കുണ്ടക നികായയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ജാതക സ്റ്റോറീസ് എന്ന് പറയുന്നത് കുണ്ടക നികായയുടെ ഭാഗമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ധമ്മപദ, തേരഗാഥ, തേലിഗാഥ, ജാതക ടെക്സ്റ്റ്, ഇതൊക്കെ കുണ്ടക നികായയുടെ ഭാഗമാണ്. അതിൽ ഈ കുണ്ടക നികായയിലെ 15 ബുക്കിൽ ഒന്നാണ് ശരിക്കും ജാതക സ്റ്റോറീസ് അല്ലെങ്കിൽ ജാതക ടെക്സ്റ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ബുദ്ധിസ്റ്റ് ട്രഡീഷൻ പ്രകാരം സുത്ത പിടക, വിനയ പിടക ഇതെല്ലാം ഫസ്റ്റത്തെ കൗൺസിൽ. നമുക്ക് എല്ലാവർക്കും അറിയാം ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ട് 4 കൗൺസിൽസ് ആണുള്ളത്. അടുത്തൊരു സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ കൗൺസിൽ എവിടെയാണ്, ആരായിരുന്നു അത്, എന്താണ് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇതൊക്കെ ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. സോ നമുക്കത് സുഖമായിട്ട് പഠിച്ചു വെക്കാം. സോ ഇവിടെ സുത്ത പിടക, വിനയ പിടക ഇതൊക്കെ ഫസ്റ്റ് കൗൺസിലാണ് അത് കമ്പോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് റിസൈറ്റ് ചെയ്യുന്നത്. പിന്നീട് ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടാണത് പ്രോപ്പറായിട്ട് ശ്രീലങ്കയിലെ വട്ടഗാമിയുടെ നേതൃത്വത്തിലാണ് അതിനെ എഴുതി എടുത്തിട്ടുള്ളത് എന്നൊക്കെയാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്രയും ആലോചിക്കുക,
ഈ പറഞ്ഞ 3 പിടകാസ് അതിനൊക്കെ നികായാസ് ഉണ്ട്. ആൻഡ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന സുത്ത പിടകയുടെ നികായാസ് ആണ്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് കുണ്ടക നികായ എന്ന് പറയുന്നത്. ഇനി ബാക്കി ഡീറ്റെയിൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അടുത്ത സെഷനുകളിലൊക്കെ ആയിട്ട് നമ്മളത് കവർ ചെയ്യും. ഇനി അടുത്തത് ഞാൻ നോക്കാം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധിസ്റ്റ് കൗൺസിൽസ് അല്ലെങ്കിൽ ബുദ്ധമത സമ്മേളനങ്ങൾ. 4 ബുദ്ധമത സമ്മേളനങ്ങളാണുള്ളത്. സോ അതിലെ ആദ്യത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത് രാജഗ്രഹയാണ്, പ്ലേസ് ഓർത്ത് വെക്കണം. രണ്ടാമത്തത് വൈശാലിയാണ്, മൂന്നാമത്തത് പാടലിപുത്രയാണ്, നാലാമത്തത് കശ്മീറാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 3 കോൺഫറൻസുകൾ നടക്കുന്നത് ബീഹാറിലാണ്, ഇന്നത്തെ ബീഹാറിലാണ്. ഇന്ന് ബീഹാർ മോശമാണെങ്കിൽ അന്ന് ബീഹാർ ഭയങ്കര സംഭവമായിരുന്നു എന്നുള്ളത് ഓർത്ത് വെക്കുക. മോശം എന്ന് ഉദ്ദേശിച്ചത് എഡ്യൂക്കേഷൻ്റെ ആസ്പെക്റ്റിലാണ് കേട്ടോ, വേറൊന്നല്ല. ദെൻ ഇവിടെ ഇത്ര ആലോചിക്കുക, രാജഗൃഹ, വൈശാലി, പാടലിപുത്ര, കശ്മീർ. ഇൻ സിമ്പിൾ വേർഡ്സ് ഇങ്ങനെ രാ വൈ പാ ക, അതായത് രാവൈ പാക എന്നുള്ള വാക്ക് നിങ്ങൾ ആലോചിക്കുക. രാവൈ പാക, രാ എന്ന് വെച്ചാൽ രാജഗൃഹ, വൈ എന്ന് വെച്ചാൽ വൈശാലി, പാ എന്ന് വെച്ചാൽ പാടലിപുത്ര, കാ എന്ന് വെച്ചാൽ കശ്മീർ. ഈ 4 സ്ഥലങ്ങളിലാണ് ബുദ്ധിസ്റ്റ് കൗൺസിലുകൾ നടന്നിട്ടുള്ളത്. അതിൻ്റെ ആദ്യത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടന്നിട്ടുള്ളത് 483 BC ആണ്, അതായത് 483 BC. ആ വർഷത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധൻ മരിച്ചതും 483 BC-യിലാണ്. ബുദ്ധൻ മരിച്ച ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, അവർ 1ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അത് വിളിച്ചു ചേർത്തുള്ളത് അജാതശത്രു ആയിരുന്നു. ആ സമയത്തെ മഗധയിലെ ഭരണാധികാരിയായിരുന്നു അജാതശത്രു എന്ന് പറയുന്നത്. സോ ഓർത്ത് വെക്കുക, ബുദ്ധന്റെ ഒരു സമകാലികനായിരുന്നു ആര്, അജാതശത്രു എന്ന് പറയുന്നത്. ഇതിന് അതിൻ്റെ ഒരു പ്രസിഡന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് മഹാകശ്യപ അല്ലെങ്കിൽ മഹാകശ്യപ എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിലേക്ക് വരികയാണെങ്കിൽ വൈശാലിയിലാണ് നടന്നിട്ടുള്ളത്. ദെൻ ആദ്യത്തെ കൗൺസിൽ നടന്ന് 100 വർഷം കഴിഞ്ഞപ്പോൾ, അതായത് 383 BC-യിലാണ് ചെയ്തിട്ടുള്ളത് ഈ 2ാമത്തെ കൗൺസിൽ നടക്കുന്നത്. ആ സമയത്ത് സ്പോൺസർ എന്ന് പറയുന്നത് കാലശോകയാണ്. ഓക്കെ, സിംപ്ലി ആലോചിക്കാൻ നമുക്ക് പലപ്പോഴും മാറിപ്പോവുക, അശോകനും കാലശോകയുമാണ്. സോ നിങ്ങൾ ഇവിടെ സിംപ്ലി ഇത്ര മനസ്സിലാക്കി വെക്കുക. അതായത് കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദിയിലൊക്കെ എന്താണ് പറയുന്നത്, യെസ്റ്റർഡേ ആൻഡ് ടുമോറോ രണ്ടിനും ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നമ്മൾ യെസ്റ്റർഡേ എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അത് അശോകന്റെ മുന്നെയാണ് ആര് വരുന്നത്, കാലശോക വരുന്നത്. അതായത് സെക്കൻഡ് കൗൺസിലാണ് ആര് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്, ആര് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്, കാലശോക ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ അശോകന്റെ മുന്നേ ആണ് കാലശോക വരുന്നത്. ആൻഡ് ആ സമയത്തെ പ്രസിഡന്റ് എന്ന് വെച്ചാൽ ഇറ്റ് വാസ് സബാകാമി. തേർഡ് കൗൺസിലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് വാസ് ഹെൽഡ് അറ്റ് പാടലിപുത്ര ആൻഡ് അത് നടന്നിട്ടുള്ളത് 250 BC-യിലാണ്. ഒരു റൗണ്ട് ഫിഗർ ആണെന്നുള്ള രീതിയിൽ ഓർക്കുക. 383 കഴിഞ്ഞ് അടുത്ത് നടക്കുന്നത് 250-ലാണ്. ആ സമയത്ത് അശോകനായിരുന്നു റൂളർ, മൗര്യ റൂളർ. ആൻഡ് അശോകനാണ് ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ബുദ്ധമതത്തിന്റെ കോൺസ്റ്റന്റൈൻ എന്നൊക്കെ അറിയപ്പെടുന്നത് അശോകനാണ്. കാരണം അശോകനാണ് ബുദ്ധമതത്തെ ഒരു ലോകമതമാക്കി, ഒരു വേൾഡ് റിലീജൻ ആക്കിയിട്ട് മാറ്റിയിട്ടുള്ളത്. കാരണം അദ്ദേഹം ഒരുപാട് ബുദ്ധിസ്റ്റ് മിഷണറീസിനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പറഞ്ഞയച്ചു, ഇൻക്ലൂഡിങ് ഹിസ് ഓൺ ഡോട്ടർ ആൻഡ് സൺ. നമുക്ക് അറിയുന്നുണ്ടായിരിക്കും സംഘമിത്ര അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അശോകൻ സിലോണിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഈ സമയത്ത് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് മൊഗാലിപുത്ത തിസ്ത, അദ്ദേഹമായിരുന്നു പ്രസിഡന്റ് എന്ന് പറയുന്നത്. ദെൻ 4ാമത്തെ കൗൺസിൽ നടന്നിട്ടുള്ളത് 4th ബുദ്ധിസ്റ്റ് കൗൺസിൽ കശ്മീരിലായിരുന്നു. പ്രിസൈസ്ലി പറയുകയാണെങ്കിൽ കശ്മീരിലെ കുണ്ടലവന എന്നുള്ളതാണ്. ഓക്കെ, കുണ്ടലവന, കശ്മീർ കുണ്ടലവന, സുഖല്ലേ. ദെൻ അണ്ടർ ദ റൂൾ ഓഫ് കുഷാൻ ഡൈനസ്റ്റി, സ്പെസിഫിക്കലി ആരാണ്, കനിഷ്ക. കനിഷ്കന്റെ സമയത്ത് കശ്മീരിലെ കുണ്ടലവനയിലാണ് എന്ത് നടന്നിട്ടുള്ളത്, കുഷാനാസിന്റെ കനിഷ്ക, കുണ്ടലവന, കശ്മീർ, 4th ബുദ്ധിസ്റ്റ് കൗൺസിൽ. സുഖല്ലേ, എല്ലാം കാക്ക എന്നുള്ളത് ആലോചിച്ചാൽ മതി. ദെൻ 72 AD-യിലാണ് ഇത് നടക്കുന്നത്, അല്ലെങ്കിൽ 1st century. ദെൻ വസുമിത്ര, അശ്വഘോഷ ഇവരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. വസുമിത്ര, അശ്വഘോഷ. സോ ഇവർ രണ്ടുപേരും കനിഷ്കന്റെ കോർട്ടിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ബുദ്ധിസ്റ്റ് സന്യാസിമാർ അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് മോങ്സ് ആയിരുന്നു, ബുദ്ധിസ്റ്റ് സ്കോളേഴ്സ് ആയിരുന്നു. ആൻഡ് ഇവരുടെ വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾസോ ദേവർ മഹായാന ബുദ്ധിസ്റ്റ്. കനിഷ്കയും മഹായാന ബുദ്ധിസത്തിനെയാണ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ട്. ദെൻ അടുത്തത് നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ ഇതിൻ്റെ ലിറ്ററേച്ചറായിട്ട് ബന്ധപ്പെട്ട് പറയാം. സോ ഞാൻ നേരത്തെ പറഞ്ഞു കുണ്ടക നികായ എന്നുള്ളത്, അതിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫൈനൽ, അതായത് 5th ആൻഡ് ഫൈനൽ കളക്ഷനാണ്. കുണ്ടക നികായ എന്ന് പറയുന്നത് സുത്തപിടകയുടെ 5th ആൻഡ് ഫൈനൽ കളക്ഷനാണ്. അതിൻ്റെ 5ാമത്തെ നികായയാണ് കുണ്ടക നികായ എന്ന് പറയുന്നത്. ആൻഡ് ഈ കുണ്ടക നികായനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏർലി ആൻഡ് ലേറ്റർ ലെയർ എന്നുള്ള രീതിയിൽ 2ആയിട്ട് തിരിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകാം കേട്ടോ.
നമ്മൾ നേരത്തെ പറഞ്ഞു ധമ്മപദ, തേരഗാഥ, തേരിഗാഥ, അതുപോലെ ജാതക ടെക്സ്റ്റുകളൊക്കെ കുണ്ടക നികായയുടെ ഭാഗമാണ് എന്നുള്ളത്. ഇനി അതിൻ്റെ 2 ഡിസ്റ്റിങ്ക്റ്റ് ലെയേഴ്സ് ഉണ്ട്. അതിനകത്ത് ഏർലി ലെയറിൽ വരുന്നതാണ് സുത്ത നിപട. അതിനകത്താണ് ബുദ്ധൻ പശുവിനെ സംരക്ഷിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ പറയുന്നത്. മറന്നുകൊണ്ട, ഇതൊക്കെ നേരത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സുത്ത നിപടയിലാണ് ബുദ്ധൻ പശുവിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പറയുന്നത്. പിന്നെ ഇതിവത്തുക, ധമ്മപദ, തേരിഗാഥ. തേരിഗാഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ ആയിട്ടുള്ള ആൾക്കാരുടെ കമ്പോസിഷനാണ്. തേരഗാഥ എന്ന് വെച്ചാൽ മെയിൽ മോങ്സ് അല്ലെങ്കിൽ മെയിൽ സന്യാസിമാരുടെ കമ്പോസിഷൻസ് ആണ്. അറിയുന്നുണ്ടായിരിക്കും. തേരി എന്ന് വെച്ചാൽ ഫീമെയിലും തേരഗാഥ എന്ന് വെച്ചാൽ മെയിലും ആണ്. ദെൻ അതിനകത്ത് വരുന്നത് ഉദാന, അതുപോലെ തന്നെ ജാതക. ഇതൊക്കെ ഫസ്റ്റ് ലെയറിൽ വരുന്നതാണ്. സെക്കൻഡ് ലെയറിൽ അല്ലെങ്കിൽ ലേറ്റർ ലെയറിൽ വരുന്നതാണ് കുടകപത. അങ്ങനെയാണ് കേട്ടോ. ഞാനത് എന്താണല്ലോ, ഇത് ഭയങ്കര പ്രധാനപ്പെട്ട ഒന്നല്ല കേട്ടോ. ഭയങ്കര പ്രധാനമുള്ള എനിക്ക് നന്നായിട്ട് വായിക്കാൻ അറിയാം, കാരണം നമ്മൾ നേരത്തെ ഒരുപാട് നോക്കിയിട്ടുള്ളതാണ്. അതിനടുത്താണ് വിമാനവട്ടു, പേദവട്ടു, നിർദ്ദേശ, പതിസംഹിത. ഇതൊന്നും വളരെ പ്രധാനപ്പെട്ടല്ല. അപദാന, ദെൻ ബുദ്ധവംശ, ചര്യപിടക. ഈ ചര്യപിടക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്, ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ദെൻ ബുദ്ധവംശ, ഇങ്ങനെയുള്ളതൊക്കെ ഈ പറഞ്ഞ കുണ്ടക നികായയുടെ ഭാഗമാണ്. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. ദെൻ ദീഘനികായ എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് സ്ക്രിപ്റ്റേഴ്സിനകത്ത് സുത്തപിടകയുടെ ആദ്യത്തെ പാർട്ടാണ്. ദീഘനികായ എന്ന് പറയുന്നത് ലെങ്തി ഡിസ്കോഴ്സ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. സോ അതിനകത്ത് 34 ഡിസ്കോഴ്സ് ആണുള്ളത്. അതിനെ 3 ഗ്രൂപ്പാക്കി മാറ്റിയിട്ടുണ്ട്. അതാണ് ശിലകാന്തവഗ, മഹാവഗ, പതികവഗ. ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്നില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, ദീഘനികായയിൽ 34 ഡിസ്കോഴ്സ് ഉണ്ട്. അതിനെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് എന്നുള്ളതെങ്കിലും ഓർത്തു വെക്കുക. ഇനി നമ്മൾ നോക്കുന്നത് സംയുക്ത നികായയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ സുത്തപിടകയിലെ അടുത്ത ഒരു കളക്ഷനാണ്, തേർഡ് പാർട്ടാണ് സംയുക്ത നികായ എന്ന് പറയുന്നത്. ദെൻ സംയുക്ത നികായിൽ നമ്മൾ പറഞ്ഞു കണക്റ്റഡ് ഡിസ്കോഴ്സ് ആണ് വരുന്നത്. പിന്നെ മജ്ജിമ നികായ നമ്മൾ പറഞ്ഞു മിഡിൽ ലെങ്ത് ഡിസ്കോഴ്സ് ആണ് സംയുക്ത നികായിൽ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ അറിയാമെങ്കിൽ യു ആർ ഇൻ എ സേഫ് സോൺ. ഇവിടെ നിന്ന് വരുന്ന ഈ ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറായിട്ട് വരുന്ന വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. ഇനിയും ഇതുപോലെ ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അതിനകത്തേക്ക് കൊണ്ടുവന്ന് വെക്കാനായിട്ട് പറ്റും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജൈൻ ട്രഡീഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഇങ്ങനെയാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ടെക്സ്റ്റ് ഈസ് റിലേറ്റഡ് ടു ജൈൻ ട്രഡീഷൻ? ജൈൻ ട്രഡീഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ ഏത്? രാംകെയ്ൻ ആണോ, ദശരഥ ജാതകയാണോ, പൗമചര്യമാണോ, ഇരാമാവതാരമാണോ? ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി, പൗമചര്യം എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ജൈൻ ട്രഡീഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് പൗമചര്യം എന്നുള്ളതാണ്. അതായത് ജൈൻ വേർഷൻ ഓഫ് രാമായണയാണ് പൗമചര്യം എന്ന് പറയുന്നത്. ഓക്കെ, രാമായണത്തിൻ്റെ ഒരു ജൈൻ വേർഷനാണ് പൗമചര്യം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് റിട്ടൺ ബൈ വിമലസൂരി. മറന്നുകൊണ്ട, വിമലസൂരിയാണ് എഴുതിയിട്ടുള്ളത് പൗമചര്യം എഴുതിയിട്ടുള്ളത്. സിംപ്ലി ആലോചിക്കുക, പാവം വിമൽ എന്ന് ആലോചിക്കുക. ഓക്കെ, പാവം വിമൽ, അതായത് പൗമചര്യ എഴുതിയത് വിമലസൂരിയാണ്. ഇത്രയൊക്കെ അറിയാമെങ്കിൽ തന്നെ നമുക്ക് സുഖമായിട്ട് ഉത്തരം കിട്ടും. കാരണം എന്താ വെച്ചാൽ നമുക്കവിടെ ഓപ്ഷൻ ഉണ്ട്, ഉത്തരം അവിടെ റെഡിയാണ്. സോ നമുക്കതിനെ ആലോചിച്ച് കുറേ ബ്രെയിൻ സ്റ്റോമിങ്ങിന് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഉത്തരം അവിടെ ഉണ്ട്. സോ പാവു എന്നുള്ള സംഭവം സംതിങ് അതാണ്, ആൻഡ് വിമൽ എന്തൊക്കെയാണ് എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പൗമചര്യം എഴുതിയത് വിമലസൂരിയാണെന്നുള്ളത് ഓപ്ഷനിൽ വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് കണ്ടെത്താൻ പറ്റും. അത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ടത്. ദെൻ ഇതിനകത്ത് കൂടുതൽ ഡീറ്റെയിലേക്ക് വരികയാണെങ്കിൽ ഈ വിമലസൂരിയാണ് പൗമചര്യം എഴുതിയിട്ടുള്ളത്. അത് ജൈൻ വേർഷൻ ഓഫ് രാമായണയാണ്. ആൻഡ് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ സ്റ്റോറിയുടെ അകത്ത് തന്നെ ഒരുപാട് ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൽ പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ രാവണനെ അതിനകത്ത് വില്ലനായിട്ട് പറയുന്നു. സ്വാഭാവികമായിട്ടും അതിനകത്ത് രാവണൻ വില്ലൻ തന്നെയാണ്. ആൻഡ് രാവണനെ കൊന്നിട്ടുള്ളത് ശരിക്കും രാമ അല്ല. ശരിക്കുള്ള രാമായണത്തിൽ രാവണനെ കൊല്ലുന്നത് രാമയാണ്, പക്ഷേ ഇവിടെ ലക്ഷ്മണയാണ്. ആൻഡ് ലക്ഷ്മണനെ സ്വാഭാവികമായിട്ടും ഒരു എങ്ങനെയാണല്ലേ, രാമനെ സ്വാഭാവികമായിട്ടും ഒരു നോൺ വയലന്റ് ഹീറോ ആയിട്ടാണ് ഡെപ്പിക്റ്റ് ചെയ്യുന്നത്.
അതേസമയം ലക്ഷ്മണ വയലന്റ് ആയിട്ടുള്ള ആളായിട്ടാണ് കാണുന്നത്, രാവണയും വയലന്റ് ആണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും വയലന്റ് ആയതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും സ്വർഗം കിട്ടൂല എന്നൊക്കെയാണ് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ജൈനിസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ എക്സ്ട്രീം നോൺ വയലൻസ് എന്നുള്ളതാണ്. നോൺ വയലൻസിന്റെ പീക്കിലാണ് ജൈനിസം ഉള്ളത്. ബുദ്ധിസമൊക്കെ ഒരു മിഡിൽ പാത്താണ് സ്വീകരിച്ചിട്ടുള്ളത്, ജൈനിസം അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം രാമൻ ഹീറോ ആയതുകൊണ്ട് തന്നെ ഒരു വയലന്റ് ആയിട്ടുള്ള ആളായിട്ട് അല്ലെങ്കിൽ രാവണനെ കൊല്ലുന്ന ആളായിട്ട് എന്തിന്റെ കാര്യത്തിലാണെങ്കിലും കൊല്ലുക എന്നുള്ളത് അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ രാമനെ അവിടെ നോൺ വയലന്റ് ഹീറോ ആയിട്ടാണ് ചിത്രീകരിക്കുന്നത്. ജസ്റ്റ് നിങ്ങളെ നോളജിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ അടുത്തൊരു സംഗതി എന്ന് വെച്ചാൽ രാമായണമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കാം. ഒന്ന്, രാമായണത്തിൽ 7 കാണ്ടാസ് ആണുള്ളത്. 7 കാണ്ടാസ് അല്ലെങ്കിൽ 7 ബുക്സ് ആണ് രാമായണത്തിലുള്ളത്. അതിൽ ആദ്യത്തെ ഫസ്റ്റ് കാണ്ട എന്ന് പറയുന്നത് ബാലകാണ്ഡ എന്നുള്ളതാണ്. ഓക്കെ, ബാലകാണ്ഡ നമ്മൾ ഇത്ര ആലോചിക്കുക, അതായത് എല്ലാവരും ചെറുപ്പത്തിലൊരു ബാലനായിരിക്കുമല്ലോ, കുട്ടിയാവുമല്ലോ, അതായത് ആദ്യത്തെ കാണ്ടയാണ് ബാലകാണ്ഡ എന്ന് പറയുന്നത്. പിന്നെ അവസാനത്തെ അതായത് 7ാമത്തെ കാണ്ടയാണ് ഉത്തരകാണ്ഡ എന്ന് പറയുന്നത്. സിംപ്ലി ആലോചിക്കുക, ഒരു വീട് വെക്കാന്ന് വിചാരിക്കാം. വീട് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവസാനത്തെ ഒരു പണി, ഇപ്പോഴത്തെ വീടല്ലോ, പഴയ വീടാണ്, അവസാനത്തെ ഒരു പണിയാണ് ഉത്തരം വെപ്പ് എന്നൊക്കെ പറയുന്നത് അല്ലേ. അങ്ങനെയാണ് അല്ലേ, ഉത്തരം വെച്ചിട്ടാണല്ലോ പിന്നെ ഓടും ചെയ്യുക. എന്തായാലും പറഞ്ഞു വന്നത് അതിലൊരു മീൻസ് ലാസ്റ്റിൽ വരുന്ന ഒരു ഏർപ്പാടാണ് ഉത്തരം വെക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ ലാസ്റ്റത്തെ കാണ്ടയാണ് ഉത്തരകാണ്ഡ എന്ന് പറയുന്നത്. ഇതിന്റെ രണ്ടിനും പ്രത്യേകത ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും അതായത് ബാലകാണ്ഡയും ഉത്തരകാണ്ഡയും ലേറ്റർ ഇന്റർപൊളേഷൻസ് ആണ്, പിൽക്കാലത്ത് ആഡ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ എന്തായാലും അതിനെ രണ്ടിനെയാണ് നമ്മൾ ആദ്യത്തെ അവസാനത്തെ കാണ്ഡാസ് ആയിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പൗമചരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈൻ വേർഷൻ ഓഫ് രാമായണയാണ്, വിമലസൂരി എഴുതിയിട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾക്കറിയാം ജൈനിസ്റ്റുകളുടെ ഭാഷ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പ്രാകൃതമായിരുന്നു. അതേസമയം ബുദ്ധിസ്റ്റുകളുടെ ഭാഷ എന്ന് പറയുന്നത് പാലിയും ആയിരുന്നു. ഇനി ബുദ്ധിസ്റ്റ് വേർഷൻ ഓഫ് രാമായണയാണ് ദശരഥ ജാതക എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ, പഠിക്കാൻ വളരെ ഈസിയാണ്. എന്ന് വെച്ചാൽ ബുദ്ധിസ്റ്റ് വേർഷൻ ഓഫ് രാമായണയാണ്. അതിൽ ഒന്നാമത് അത് എഴുതിയത് എക്സാക്ട്ലി ഇന്ന ആളാണെന്നുള്ളതില്ല. വിമലസൂര്യനെ പോലെ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ നമുക്ക് കാണാനായിട്ട് പറ്റൂല. പിന്നെ ദശരഥ ജാതക, ദശരഥൻ എന്ന് പറയുന്നത് രാമായണമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ് അല്ലെ, രാമന്റെ അച്ഛനാണ് ദശരഥൻ എന്ന് പറയുന്നത്. ജാതക എന്ന് പറയുന്നത് ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ടാണ് ജാതക സ്റ്റോറീസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ദശരഥ ജാതക എന്ന് വെച്ചാൽ കണക്ട് ചെയ്യാം, അത് രാമായണത്തിന്റെ ബുദ്ധിസ്റ്റ് വേർഷൻ ആണ്. ബുദ്ധിസ്റ്റ് വേർഷൻ ആയതുകൊണ്ട് തന്നെ അത് ഏത് ഭാഷയിലാണ്, പാലി ഭാഷയിലാണ്. പിന്നെ അടുത്തത് തമിഴ് രാമായണമാണ്. ഇത് 12th സെഞ്ചുറിയിൽ എഴുതിയിട്ടുള്ളതാണ്, തമിഴ് വേർഷൻ ഓഫ് രാമായണ. അതെന്താണ്, കമ്പരാമായണ എന്ന് അറിയപ്പെടും. കാരണം ഇറ്റ് വാസ് റിട്ടൺ ബൈ കമ്പൻ. അല്ലെങ്കിൽ അതെന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട്, ഇരാമാവതാരം എന്ന പേരിലും ഒക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇപ്പൊ സംബന്ധിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനകത്ത് അടുത്തതാണ് ഹിന്ദി അല്ലെങ്കിൽ അവധി വേർഷൻ ഓഫ് രാമായണ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് റിട്ടൺ ബൈ തുളസീദാസ്. തുളസീദാസ് എഴുതിയിട്ടുള്ളതാണ് രാമചരിതമാനസ്. അതാണ് ഹിന്ദി അല്ലെങ്കിൽ അവധി വേർഷൻ ഓഫ് രാമായണ. അവധി അല്ലെങ്കിൽ പഴയ ഒരു ഹിന്ദി വേർഷൻ എന്നുള്ളതാണ്. അത് എഴുതിയത് രാമചരിതമാനസ്, എഴുതിയത് തുളസീദാസ് ആണ്. രാമചരിതമാനസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലേക്ക് ഓഫ് ദ ഡീഡ്സ് ഓഫ് രാമ എന്നുള്ളതാണ്. അതിൽ പ്രത്യേകം നോട്ട് എന്ന് സംബന്ധിച്ചാൽ തുളസീദാസ് എന്ന് പറയുന്നത് ഹി വാസ് എ സാൻസ്ക്രിറ്റ് സ്കോളർ. ഓക്കെ, സാൻസ്ക്രിറ്റ് സ്കോളർ ആണ് ആര്, തുളസീദാസ് എന്ന് പറയുന്നത്. പക്ഷെ സ്റ്റിൽ ഹി റോഡ് ദ രാമായണ ഇൻ വിച്ച് ലാംഗ്വേജ്, അവധി അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അത് ഓർത്തു വെക്കുക. ദെൻ അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, തുളസീദാസിനെ സംബന്ധിച്ച് നിങ്ങൾ ഓർത്തു വെക്കുക. തുളസീദാസിനെ പറ്റി നമുക്ക് വിവരം കിട്ടുന്ന ഒരു വർക്കാണ് ഭക്തമാൽ എന്ന് പറയുന്നത്. ഭക്തമാൽ ആൻഡ് ഇറ്റ് വാസ് റിട്ടൺ ബൈ നബഹദാസ്. ദാസ് എഴുതിയിട്ടുള്ള ഭക്തമാൽ എന്നുള്ളത് ഇറ്റ് ഈസ് അബൌട്ട് തുളസീദാസ്. തുളസീദാസിനെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ള ഒരു വർക്കാണ്. തുളസീദാസിന്റെ ലൈഫിനെ സംബന്ധിച്ച് അതിൽ പറയുന്നുണ്ട്. പിന്നെ പ്രത്യേകം നോട്ടേണ്ട സംഗതി വെച്ചാൽ തുളസീദാസിനെ സംബന്ധിച്ച് ഒരുപാട് എങ്ങനെ പറയല്ലേ അവതാര അല്ലെങ്കിൽ ഹി വാസ് ആൻ ഇൻകാർണേഷൻ ഓഫ് വാൽമീകി എന്നുള്ളതാണ്. വാൽമീകിയുടെ ഒരു അവതാരമായിട്ടാണ് തുളസീദാസിനെ അവതരിപ്പിക്കുന്നത്. വാൽമീകിയുടെ അവതാരമായിട്ടാണ്. ആൻഡ് ഓൾസോ തുളസീദാസിനെ സംബന്ധിച്ച് പറയുന്നത് അദ്ദേഹം ജനിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ വായിൽ 32 ടീത്ത് 32 പല്ലുകൾ ഉണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏതാണ്ട് ഒരു 5 years 5 വയസ്സ് പ്രായമുള്ള രീതിയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ അദ്ദേഹത്തിന്റെ ഗർഭകാലം, അതായത് അദ്ദേഹത്തിന്റെ അമ്മ 12 മാസം എടുത്തിട്ടാണ് അദ്ദേഹത്തിന് ഗർഭം ധരിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എല്ലാ കുട്ടികളും ജനിക്കുമ്പോൾ കരയും. പക്ഷെ തുളസീദാസ് ജനിക്കുമ്പോൾ കരയുകയല്ല ചെയ്തിട്ടുള്ളത്, പകരം ഹീ സെഡ് രാം രാം. അദ്ദേഹം രാം രാം എന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് പേരിൽ അറിയപ്പെട്ടിരുന്നു, രാം ബോല. ഓക്കെ,
രാം ബോല ബോല എന്ന് വെച്ചാൽ പറയുക. സോ രാം എന്ന് പറഞ്ഞ കുട്ടി എന്നുള്ള രീതിയിൽ രാം ബോല എന്നുള്ള ഒരു പേരും ആർക്കുണ്ട്? തുളസീദാസിന് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പിന്നീട് അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയുന്നത് അദ്ദേഹത്തിന്റെ അമ്മയും അച്ഛനൊക്കെ ഈ കുട്ടി വളർന്നാൽ മരണപ്പെട്ടു പോകും, അല്ലെങ്കിൽ അവർ മരണപ്പെട്ടു പോകും എന്നൊക്കെയുള്ള ഒരു ഭയം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രഡിക്ഷൻ, എന്താ പറയുക, ഒരു അങ്ങനെയുള്ളൊരു എന്താണ് ആ രീതിയിലുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് അവർ ഈ മകനെ ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ മകൻ പിന്നീട് ജീവിക്കുന്നു. ഏതാണ്ട് 91 വയസ്സ് വരെ തുളസീദാസ് ജീവിച്ചിരുന്നു. പിന്നെ തുളസീദാസുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു സംഗതി പഠിച്ചു വെക്കേണ്ടത്, ഹി വാസ് എ കണ്ടംപററി ഓഫ് മുഗൾ റൂളർ അക്ബർ. അക്ബറിന്റെ ഒരു കണ്ടംപററി ആയിരുന്നു ആര്? തുളസീദാസ് എന്ന് പറയുന്നത്. ഓൾസോ തുളസീദാസ് അക്ബറിന്റെ മിനിസ്റ്റർ ആയിരുന്നു, അല്ലെങ്കിൽ അക്ബറിന്റെ ഫ്രണ്ട് ആയിരുന്ന തോഡർമാൾ, അറിയുന്നുണ്ടായിരിക്കും. രാജാ തോഡർമാളിന്റെ അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു ആര്? തുളസീദാസ് എന്ന് പറയുന്നത്. തുളസീദാസ് രാമായണ അല്ലെങ്കിൽ രാമചരിതമാനസ് എഴുതിയിട്ട് അതിൻ്റെ ഒരു കോപ്പി ആർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു? തോഡർമാളിൽ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തുളസീദാസുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെക്കുക. ഇനി രാമായണം ഞാൻ പറഞ്ഞു, തുളസീദാസ് വാസ് എ വൈഷ്ണവയായിരുന്നു, അതും ഓർത്തു വെക്കുക. അതുപോലെ രാമചരിതമാനസ് എഴുതിയ പോലെ തന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ള മറ്റൊരു വർക്കാണ് ഹനുമാൻ ചാലിസ എന്ന് പറയുന്നത്. ഇതൊക്കെ എക്സാമിന് വരും കേട്ടോ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ രാമായണത്തിന്റെ മറ്റൊരു വേർഷൻ ഉണ്ട്, തായ് വേർഷൻ. ഇതും എക്സാമിന് ചോദിച്ചതാണ്, തായ് വേർഷൻ. തായ് വേർഷൻ ഓഫ് രാമായണയാണ് ഇത് രാം കെയ്ൻ എന്ന് പറയുന്നത്. ഓക്കെ, രാം കെയ്ൻ എന്ന് പറയുന്നത് ഈസ് ദ തായ് വേർഷൻ ഓഫ് രാമായണ. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ രാമായണയെ സംബന്ധിച്ച് നെറ്റ് എക്സാമിൽ ചോദിക്കാറുണ്ട്. മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ട സംഗതി ആണ്. അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. ഹു ഈസ് ദ ഓതർ ഓഫ് പ്രബോധ ചന്ദ്രോദയ? പ്രബോധ ചന്ദ്രോദയ എന്ന് പറയുന്ന വർക്ക് എഴുതിയതാര്? കൃഷ്ണമിശ്രയാണോ, വചസ്പതി മിശ്രയാണോ, ദാമോദരയാണോ, ധനികയാണോ? ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത്, യെസ്, കമന്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാം, എന്നിട്ടൊരു കമന്റ് ചെയ്യാം. അതാണ് അതിൽ. ഇനിയിപ്പോൾ ഞാൻ പറയില്ല, ചില ആൾക്കാർക്ക് ഇപ്പോൾ ഞാൻ കമന്റ് ചെയ്ത് തെറ്റിപ്പോയാലോ എന്നൊക്കെ വിചാരിച്ചു, അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തെറ്റാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്ക്. ശരിയാണെങ്കിൽ പിന്നെ അവിടെ നിന്നോട്ടെ, നമുക്ക് അഭിമാനമുള്ള കാര്യമാണല്ലോ. സോ അതൊക്കെ നിങ്ങളുടെ പഠനത്തിൽ നിങ്ങളെ സഹായിക്കും. ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. നമ്മൾ ഇങ്ങനെയുള്ളൊരു ക്രൈസിസ്, അല്ലെങ്കിൽ നമ്മളത് ആൾക്കാരൊക്കെ കാണുമല്ലോ എന്നൊക്കെ വിചാരിച്ച് പഠിക്കുമ്പോൾ എന്തെങ്കിലും സ്വാഭാവികമായിട്ടും നമ്മൾ കൂടുതൽ കോൺഷ്യസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ചെയ്ത കാര്യം കൂടുതൽ ഓർത്തിരിക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കാറുള്ളത്. അതൊക്കെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിലൂടെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. 1-2 തവണ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു വട്ടം കമൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ കുറേ ആ കമൻറ്റ് ചെയ്യുമ്പോൾ കുറച്ച് പബ്ലിക്കലി പോകുന്നൊരു സാധനമാണ്. ഇപ്പം ഞാൻ ഈ ഒരു സെഷൻ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഞാൻ കുറച്ചുകൂടിയും അത് പബ്ലിക്കലി പോകുന്നൊരു സാധനം ആയതുകൊണ്ട് കുറച്ചുകൂടിയൊക്കെ കെയറിങ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി കെയർഫുൾ ആയിരിക്കും. പറയുന്ന കാര്യങ്ങൾക്ക് തെറ്റാതിരിക്കാനുള്ള മാക്സിമം പ്രിക്കോഷൻ എടുക്കും. അപ്പോൾ അത്തരത്തിൽ നിങ്ങളും പബ്ലിക്കലി പോകുന്നൊരു സാധനമാണെന്നുള്ള സാഹചര്യത്തിൽ കുറച്ച് പ്രിക്കോഷൻ എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ബ്രെയിൻ കുറച്ചധികം പണിയെടുക്കും. സ്വാഭാവികമായിട്ടും മറന്നു പോകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഇതൊക്കെയാണ് പഠിക്കാനുള്ള സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. പല സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ലേണിംഗ് എന്നുള്ള ആ ഒരു പ്രോസസ്സിനെ കുറച്ചുകൂടിയും എന്താണ് പറയുക, ഇഫക്റ്റീവാക്കി മാറ്റാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ അതവിടെ നിൽക്കട്ടെ. പറഞ്ഞു വന്നത് പ്രബോധ ചന്ദ്രോദയ എഴുതിയതാര്? ഇറ്റ് വാസ് റിട്ടൺ ബൈ ഓപ്ഷൻ എ കൃഷ്ണമിശ്ര എന്നുള്ളതാണ്. സോ ഞാനിത് ഓർത്ത് വെക്കാറുള്ളതെന്ന് വെച്ചാൽ, കൃഷ്ണപ്രഭ എന്ന് പറയുന്ന പഴയ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. സോ ആളുടെ പേര് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഓർത്ത് വെക്കാറുള്ളത്. പ്രബോധ ചന്ദ്രോദയ എന്നുള്ളത് ഇറ്റ് വാസ് റിട്ടൺ ബൈ കൃഷ്ണപ്രഭ, അല്ലെങ്കിൽ ആ ഒരു കൃഷ്ണപ്രഭ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എഴുതിയത് കൃഷ്ണമിശ്രയാണെന്നുള്ളത് സുഖമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സോ ഓർത്ത് വെക്കുക, പ്രബോധ ചന്ദ്രോദയ വാസ് റിട്ടൺ ബൈ കൃഷ്ണമിശ്ര എന്നുള്ളതാണ്. അങ്ങനെ കൃഷ്ണമിശ്ര എന്ന് പറയുന്നത് ആക്ച്വലി നരേഷ് കീർത്തിവർമ്മ അല്ലെങ്കിൽ ചന്ദേല ഡൈനസ്റ്റിയിലെ റൂളറിന്റെ ഒരു കണ്ടംപററി ആയിരുന്നു കൃഷ്ണമിശ്ര എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു സാൻസ്ക്രിറ്റ് പ്ലേ ആണ് ഇത്, അതായത് സാൻസ്ക്രിറ്റ് ഡ്രാമയാണ് നമ്മൾ ഈ പറഞ്ഞ പ്രബോധ ചന്ദ്രോദയ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഈ പ്രബോധ ചന്ദ്രോദയ ഖജുരാവോ ടെമ്പിളില് പ്ലേ ആണല്ലോ, ഡ്രാമയാണല്ലോ, അതവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. ആൻഡ് അറിയുന്നുണ്ടായിരിക്കും, ഈ ഖജുറാവോ ടെമ്പിൾ പണി കഴിപ്പിച്ചിട്ടുള്ളത് ചന്ദേല റൂളേഴ്സിന്റെ സമയത്താണ്. ഓക്കെ, അല്ലെങ്കിൽ ഖജുറാവോ മീൻസ് അവിടെയുള്ള ഖജുറാവോ ടെമ്പിളൊക്കെ, അല്ലെങ്കിൽ അതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വാസ് ബൈ ചന്ദേല റൂളേഴ്സ്. ആൻഡ് ഓൾസോ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഖജുറാവോ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് ഇന്നത്തെ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണ്? മധ്യപ്രദേശിൽ ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ട എക്സാമിന് ചോദിക്കും. സോ മധ്യപ്രദേശിലാണ് ഖജുറാവോ ടെമ്പിൾസ് ഉള്ളത്. കൺസ്ട്രക്റ്റഡ് ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ചന്ദേല റൂളേഴ്സ്. ആൻഡ് കൃഷ്ണമിശ്ര എന്ന് പറയുന്നത് അവരുടെ
വർക്കിലുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം എഴുതിയതാണ് പ്രബോധ ചന്ദ്രോദയ. ആൻഡ് ഈ പ്രബോധ ചന്ദ്രോദയ ഖജുറാവോ ടെമ്പിളിൽ പ്ലേ ആയതുകൊണ്ട് തന്നെ അതവിടെ പ്രസന്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. പിന്നെ അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. The Aidareya and Shadabada Brahmanas mention the name of which monarch who performed the Ashwamedha sacrifice along with Aindra Mahabhishek. So രണ്ട് സാക്രിഫൈസ്, അതായത് അശ്വമേധയും ഐന്ദ്ര മഹാഭിഷേകയും പ്രാക്ടീസ് അല്ലെങ്കിൽ അത് രണ്ടും ചെയ്തിരുന്ന മൊണാർക്ക് ആരാണ്? ആ മൊണാർക്കിനെ പറ്റി പറഞ്ഞത് ഐതരേയാൻ്റെ ശതപഥ ബ്രാഹ്മണയിൽ ആണ്. സോ പര ആണോ, ബിംബിസാരയാണോ, ബിന്ദുസാരയാണോ, അശോകയാണോ? ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത് യെസ്, കമന്റ് ചെയ്തോളൂ. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ പര എന്നുള്ളതാണ്. സിംപ്ലി ആലോചിക്കാം, പാരലലി അല്ലേ, അശ്വമേധയും ഐന്ദ്ര മഹാഭിഷേകവും പാരലായിട്ട് ഒരേ സമയം ചെയ്തിരുന്ന ആളാണ് ആര്? പര. പാരലലി ചെയ്തിരുന്ന ആളാണ് പര എന്ന് പറയുന്നത്. സോ ആ രീതിയിൽ ഓർത്തു വെക്കുക. സോ അദ്ദേഹം ഐന്ദ്ര മഹാഭിഷേകവും അശ്വമേധയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഐന്ദ്ര മഹാഭിഷേകം എന്ന് വെച്ചാൽ കിങ് എന്താണ് പറയല്, സാക്രഡ് റിവർ വാട്ടർ കൊണ്ട് ശരീരമൊക്കെ ഒഴിഞ്ഞ് വെക്കുന്ന ഒരു പരിപാടിയാണ് ശരിക്കും ഐന്ദ്ര മഹാഭിഷേകം എന്ന് പറയുന്നത്. ഇതിന് അശ്വമേധം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, രാജാവിൻ്റെ അശ്വമേധം എന്നുള്ളത് തന്നെയാണ്. ദെൻ ഇവിടെ ഐതരേയ ബ്രാഹ്മണ, ഇറ്റ് വാസ് റിട്ടൺ ബൈ മഹിദാസ ഐതരേയ, പേര് തന്നെ ഉണ്ട്. സോ മഹിദാസ എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ നെറ്റ് എക്സാമിൽ തരിക. നിങ്ങൾ പഠിക്കുക, നമ്മൾ രാഹുൽ ദ്രാവിഡ് എന്ന് പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പഠിക്കുന്ന പോലെ തന്നെ ആ പേര് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക, മഹിദാസ ഐതരേയ. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഐതരേയ ബ്രാഹ്മണ വാസ് റിട്ടൺ ബൈ മഹിദാസ, കാളിദാസ എന്നൊക്കെ പറഞ്ഞു വരും. സോ മഹിദാസ ഐതരേയ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല. സോ അത്തരത്തിൽ ചിലതൊക്കെ നമ്മൾ ആ രീതിയിൽ സ്ട്രാറ്റജിക്കലി മുന്നോട്ട് പോകണം. ദെൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സാമിന് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത ഒരു ചോദ്യം നമ്മുടെ മഹാജനപദാസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ചോദ്യം ഇങ്ങനെയാണ്, രാജ്പുര ആൻഡ് ദ്വാരക വേർ ഇമ്പോർട്ടൻറ്റ് ടൗൺ ഓഫ് വിച്ച് റീജിയൻ? ഏത് റീജിയണിലെ പ്രധാനപ്പെട്ട ടൗണുകളായിരുന്നു രാജ്പുരയും ദ്വാരകയും? കാംബോജയിലാണോ, അവന്തിയിലാണോ, കുരു ആണോ, ഗാന്ധാരയാണോ? ഇതിൽ ഏത് മഹാജനപദയിലെ പ്രധാനപ്പെട്ട ടൗൺ? ഇതിൽ നമ്മൾ അറിയേണ്ടത് എത്രയേ ഉള്ളൂ, മഹാജനപദാസും അതിൻ്റെ ക്യാപിറ്റൽസും അറിയുമെങ്കിൽ സുഖമായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ രാജ്പുരയും ദ്വാരകയും പ്രധാനമായിട്ട് അല്ലെങ്കിൽ അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് കാംബോജയിലാണ്. കാംബോജയുടെ തലസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് രാജ്പുര എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ദ്വാരകനെ പറ്റി ആലോചിച്ച് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. കാംബോജയുടെ തലസ്ഥാനമാണ് രാജ്പുര എന്നറിയുമെങ്കിൽ തന്നെ സുഖമായിട്ട് ഉത്തരം നിങ്ങൾക്ക് കിട്ടും. എന്തായാലും ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ കാംബോജ എന്നുള്ളതാണ്. നെറ്റ് എക്സാമിന് 16 മഹാജനപദാസ് പഠിക്കൽ വളരെ നിർബന്ധമാണ്. 16 മഹാജനപദാസിനെ പരാമർശിക്കുന്ന ടെക്സ്റ്റുകൾ അറിയൽ വളരെ നിർബന്ധമാണ്. 16 മഹാജനപദാസിന്റെ ക്യാപിറ്റൽസ് അറിയണം. അതിൽ നോർത്തേൺ മോസ്റ്റ് ഏതാണ്, സദേൺ മോസ്റ്റ് ഏതാണ്, ഈസ്റ്റേൺ മോസ്റ്റ് ഏതാണ് എന്നുള്ളതൊക്കെ അറിയണം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഒരു സംശയം അതിനകത്ത് വേണ്ട. സോ നെറ്റ് എക്സാമിനെന്ന് മാത്രമല്ല ഈ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള സെറ്റ് എക്സാമുകൾ, മറ്റ് എക്സാമിനൊക്കെ ഇത് അത്യാവശ്യമായിട്ട് HSST, HSA പോലത്തെ എക്സാമിനൊക്കെ ചോദിക്കുന്ന സംഗതി തന്നെയാണ്. സോ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. 16 മഹാജനപദാസ് അത് പറയുന്ന പുസ്തകത്തിൻ്റെ പേരാണ് അല്ലെങ്കിൽ ഒരു ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് ആണ് അംഗുത്തര നികായ എന്ന് പറയുന്നത്. 16 മഹാജനപദാസ് എന്നുള്ളതാണ്, അതിനാണ് സോദസ മഹാജനപദാസ് എന്ന് പറയുന്നത്. പിന്നെ ജൈൻ ടെക്സ്റ്റ് ആയിട്ടുള്ള ഭഗവതി സൂത്രയുടെ അകത്തും ഇത് പറയുന്നുണ്ട്. അതേസമയം ഇറ്റ് ഈസ് ലെസ് റിലയബിൾ എന്നുള്ളതാണ്. ദെൻ ബുദ്ധിസ്റ്റ് മറ്റൊരു ബുക്കാണ് മഹാവട്ടു അല്ലെങ്കിൽ മഹാവത്സു എന്ന് പറയുന്നത്. അതിലും 16 മഹാജനപദാസിനെ പറ്റി പറയുന്നുണ്ട്. അതേസമയം അവിടെ ഗാന്ധാരക്ക് പകരം അവർ പറയുന്നത് ശിബി എന്നാണ്. അതുപോലെ തന്നെ കാംബോജക്ക് പകരം അവർ പറയുന്നത് ദർശന എന്നുള്ളതാണ്. അങ്ങനെ ഒരു മാറ്റം അവിടെ ഉണ്ട്. ദെൻ ഇവിടെ ഈ ഒരു മഹാജനപദാസ് എമോജ് ചെയ്ത് വരുന്നത് 6th സെഞ്ച്വറി BC യിലാണ്, 6ാം നൂറ്റാണ്ട് BC യിലാണ്. ആൻഡ് അതിലെ പ്രധാനപ്പെട്ട പവർഫുൾ മഹാജനപദാസാണ് മഗധ, കോസല, വത്സ, അവന്തി തുടങ്ങിയിട്ടുള്ളവ. ഇനി അതിൻ്റെ ക്യാപിറ്റൽ നമുക്ക് നോക്കാം. കാംബോജയുടെ ക്യാപിറ്റലാണ് രാജ്പുര എന്ന് പറയുന്നത്. ഗാന്ധാരയുടേത് ടാക്സില അല്ലെങ്കിൽ തക്ഷശില എന്നുള്ളതാണ്. ദെൻ കുരുയുടെ ക്യാപിറ്റലാണ് ഹസ്തനിപുര എന്ന് പറയുന്നത്. ദെൻ സുരസേനയുടെ ക്യാപിറ്റലാണ് മധുര എന്ന് പറയുന്നത്. പാഞ്ചാലയുടെ ക്യാപിറ്റൽ അഹിചത്രയും കമ്പില്ലയുമായിരുന്നു. കോസലയുടെ ക്യാപിറ്റൽ ശ്രാവസ്തിയായിരുന്നു. മല്ലയുടെ ക്യാപിറ്റൽ കുശിനഗര. വ്രിജി അല്ലെങ്കിൽ വജ്ജിയുടെ ക്യാപിറ്റൽ വൈശാലിയായിരുന്നു. അങ്കിയുടെ ക്യാപിറ്റൽ ചമ്പയായിരുന്നു. മഗധയുടെ ക്യാപിറ്റൽ പാടലിപുത്ര. കാശിയുടെ ക്യാപിറ്റൽ വാരാണസി. ദെൻ വത്സയുടെ ക്യാപിറ്റൽ കൗശാംബി. ദെൻ മത്സ്യയുടെ ക്യാപിറ്റൽ വിരാട് നഗര. അവന്തിയുടെ ക്യാപിറ്റൽ ഉജ്ജയിൻ. ചേതിയുടെ ക്യാപിറ്റൽ സുക്തിമതി. അസഗയുടെ ക്യാപിറ്റൽ പൊട്ടാലി അല്ലെങ്കിൽ പോട്ന എന്നൊക്കെയാണ്. ഇതൊക്കെ ഓർത്തു വെക്കുക. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കുക, കാംബോജ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും
ദിസ് ഈസ് ദ നോർത്തേൺ മോസ്റ്റ് ഓർ നോർത്ത് വെസ്റ്റേൺ എന്നുള്ള രീതിയിൽ കാംബോജൻ ഓർത്ത് വെക്കുക. ചിലപ്പോൾ ഗാന്ധാര വന്നു കഴിഞ്ഞാലും മിസ്സായി പോകരുത്. ചിലപ്പോൾ ഓപ്ഷനിൽ കാംബോജ അല്ലെങ്കിൽ ഗാന്ധാരയിലേക്ക് നമ്മൾ ചാടേണ്ടി വരും. ദെൻ അടുത്തത് സദേൺ മോസ്റ്റ് എന്ന് പറയുന്നത് അസഗ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ അസ്മക എന്നായിരിക്കും കാണുന്നുണ്ടാവുക. രണ്ടും ഒന്ന് തന്നെയാണ്. പിന്നെ ഈസ്റ്റേൺ മോസ്റ്റ് എന്ന് പറയുന്നത് അങ്ക എന്നുള്ളതാണ്. ഓക്കെ, അതും ഓർത്ത് വെക്കുക. ചിലപ്പോൾ എക്സാമിന് ആയിരിക്കും വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ദി ഈസ്റ്റേൺ മോസ്റ്റ് മഹാജനപദ. അങ്ക എന്ന് പറയില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അങ്കയാണ് ഈസ്റ്റേൺ മോസ്റ്റ് എന്ന് അറിയണം. പിന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? അങ്കയുടെ ക്യാപിറ്റൽ ചമ്പയാണ് എന്നുള്ളത് കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ ഈ അസ്തക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ വാലി ഓഫ് ഗോദാവരി റിവർ. ഓക്കെ, ഗോദാവരി റിവറിന്റെ വാലിയിലാണ്. ഇന്നത്തെ തെലങ്കാന അതുപോലെ മഹാരാഷ്ട്ര റീജിയനിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ അങ്ക എന്ന് പറയുന്നത് ഇന്നത്തെ ബീഹാറിലാണ്. ഓക്കെ, ഇതൊക്കെ ഈസ്റ്റേൺ മോസ്റ്റും സദേൺ മോസ്റ്റും ഒക്കെ ഒരുപാട് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മഹാജനപദാസുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെക്കുക. ഇനി ഈ മഹാജനപദാസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. കംബോജയിലെ പ്രധാനപ്പെട്ട ടൗണുകളാണ് രാജ്പുര, അതുപോലെ ദ്വാരക എന്ന് പറയുന്നത് അത് ഗാന്ധാരയുടെ അടുത്താണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അർത്ഥശാസ്ത്രം പറയുന്നത് കാംബോജ ഒരു സംഘയായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ ദ്വാരക എന്നുള്ളത് ഇറ്റ് വാസ് ദ ലെജൻഡറി കിങ്ഡം ഓഫ് കൃഷ്ണ എന്നുള്ളതാണ്. ഞാനിത് പഠിച്ചിട്ടുള്ളത് ദ്വാരക പടക്കക്കട എന്നുള്ളതാണ്. അതായത് എന്താണ് പറയല്, ഈ ഒരു എന്താണ് ഇന്നസെന്റിന്റെ മറ്റേ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്തിനു പേര്? കിഴക്കുണരും പക്ഷി, ഐ തിങ്ക്. എന്തായാലും ഇന്നസെന്റ് എന്താണ് പറയല്, ഒരു പടക്കക്കടയിലേക്ക് കയറിയിട്ടൊരു പോക്കുണ്ട്. എന്നിട്ട് അവിടുന്ന് തീയുമായിട്ട് പോയിട്ട് ആകെ കത്തിച്ച് കരിവാളിച്ചിട്ട് വരുന്നൊരു സീനുണ്ട്. സോ അത് കാണുമ്പോൾ പെട്ടെന്ന് കൃഷ്ണനാണെന്ന് പെട്ടെന്ന് തോന്നാറുണ്ട്. എന്തായാലും പറഞ്ഞത് കൃഷ്ണന്റെ ലെജൻഡറി കിങ്ഡമാണ് ദ്വാരക എന്ന് പറയുന്നത്. ഈ ദ്വാരക കണക്ട് ചെയ്യുന്ന ഇവിടെ ഒരു ദ്വാരക പടക്കക്കട ഉണ്ടായിരുന്നു പണ്ട്. ഓണത്തിന് നമ്മുടെ വിഷുവിൻ്റെ സമയത്താണ് അത് ആക്റ്റീവ് ആകാറുള്ളത്. സോ അതിൽ വെച്ചിട്ടാണ് ഞാൻ പിടിച്ചിട്ടുള്ളത്. നമുക്കിതുപോലെ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസിൽ ഒരുപാട് സംഗതികൾ ഉണ്ടായിരിക്കും. അതൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നെറ്റ് എക്സാമിനും മറ്റ് എക്സാമുകൾക്കൊക്കെ പഠിക്കാനുള്ള മാർഗം. അല്ലാതെ ഒരു കണക്ഷനും ഇല്ലാതെ വെറുതെ പ്ലെയിൻ ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ പഠിക്കുമ്പോൾ ഓർമ്മ ഉണ്ടാവും, നെക്സ്റ്റ് മൊമെന്റിൽ അത് മറന്നു പോകും. അപ്പം മാക്സിമം കണക്ട് ചെയ്തിട്ട് ഓരോരോ ടിപ്സ് സ്ട്രാറ്റജീസ് വെച്ചിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ദെൻ അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. സോറി, ഇതിനകത്ത് കാംബോജ അതുപോലുള്ള കാര്യങ്ങൾ ഞാൻ കുറേ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഓൾറെഡി പറഞ്ഞ കഴിഞ്ഞ കാര്യം തന്നെയാണ് പ്രധാനമായിട്ട് അതിൽ വരുന്നത്. ഇതിനകത്ത് ഒരു അഡീഷൻ ഉള്ളത് 16 മഹാജനപദാസിൻ്റെ ഇടയിൽ ഈ ഒരു ഗാംഗറ്റിക് പ്ലെയിനിൽ പ്രധാനമായിട്ടും കിങ്ഡംസ് ആണ് ഉണ്ടായിരുന്നത്. ആൻഡ് റിപ്പബ്ലിക്സ് പ്രധാനമായിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഹിമാലയാസിൻ്റെ ഫോർട്ട് ഹിൽസിലും അതുപോലെ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിലും സൗത്തിലും ഒക്കെ ആയിരുന്നു. പിന്നെ ഇതിനെ അടുത്തൊരു ചോദ്യം നോക്കാം. ഒട്ടക്കുട്ടൻ ഡിഡ് നോട്ട് റൈറ്റ് അബൌട്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് കിങ്. ഇതിൽ ഏത് രാജാവിനെ പറ്റിയിട്ടാണ് ഒട്ടക്കുട്ടൻ അല്ലെങ്കിൽ ഒട്ടക്കൂതർ എന്നുള്ള ആളാണ് അയാൾ എഴുതാത്തത്? രാജരാജ 1 ആണോ, രാജരാജ 2 ആണോ, വിക്രമചോളയാണോ, കൊലോത്തുംഗ 2 ആണോ? ഇവിടെ ഈ ഒരു നമ്മളെന്താ പറയല്, ഉലാ പോയംസ് എന്നുള്ളതാണ്. ഒട്ടക്കുട്ടൻ എഴുതിയിട്ടുള്ളതാണ് ഉലാ പോയംസ്. മൂവർ ഉല എന്നുള്ളതാണ്. അതായത് 3 ആൾക്കാരെ പറ്റിയിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഇതിലെ 3 ആൾക്കാരിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അതേസമയം ഒരാളെ പറ്റി അദ്ദേഹം എഴുതിയിട്ടില്ല. ഇനി ഒരു ഹിന്റ് കൂടി ഞാൻ തരാം. ഹി റോട്ട് അബൌട്ട് ലേറ്റർ ചോള റൂളേഴ്സ്. ഓക്കെ, അപ്പോൾ ലേറ്റർ ചോളാസിൽ വന്നിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആദ്യത്തെ ഒരാളാണ് രാജരാജ 1 എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിനെ പറ്റിയിട്ട് ഒട്ടക്കുട്ടൻ അല്ലെങ്കിൽ ഒട്ടക്കുട്ടർ എഴുതിയിട്ടില്ല. ബാക്കിയുള്ള രാജരാജ 2, വിക്രമചോള, കൊലോത്തുംഗ 2 സംബന്ധിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ഉലാ പോയംസ് എഴുതിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അദ്ദേഹം എഴുതിയ വിക്രമചോള, കൊലോത്തുംഗ 2, രാജരാജ 2 ഇവരെ സംബന്ധിച്ചാണ്. ദെൻ അദ്ദേഹം വേറൊരു വർക്ക് എഴുതിയിട്ടുള്ളതാണ് കൊലോത്തുംഗ ചോളൻ പിള്ളൈ എന്ന് പറയുന്നത്. തമിഴിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. ആ ഒരു എന്താണ് പറയല് വർക്ക്, ഇറ്റ് ഈസ് അബൌട്ട് കൊലോത്തുംഗ 2 അല്ലെങ്കിൽ കുട്ടിയായിട്ടുള്ള പിള്ളയായിട്ടുള്ള കൊലോത്തുംഗനെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ള വർക്കാണ് എന്നുള്ളതും ഓർത്തു വെക്കുക. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കോൺട്രിബ്യൂഷൻ ആര് നൽകിയിട്ടുണ്ട്? നമ്മൾ ഈ പറയുന്ന ഒത്തക്കൂത്തർ അല്ലെങ്കിൽ ഒത്തക്കുട്ടൻ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ മെമ്മോറിയൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ധാരാസുരം എന്ന് പറയുന്ന പ്ലേസിലാണ്. ആൻഡ് അതെവിടെയെന്ന് വെച്ചാൽ ഐരാവതേശ്വര ടെമ്പിളിനടുത്ത് അല്ലെങ്കിൽ കുംഭകോണത്തിനടുത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ഓർത്തു വെക്കുക. ആൻഡ് ഈ ഒട്ടക്കുട്ടനെ അല്ലെങ്കിൽ ഒട്ടക്കൂതറെ സംബന്ധിച്ച് പറയുന്നത് അദ്ദേഹം ഹി വാസ് ബ്ലെസ്ഡ് ബൈ ഗോഡസ് സരസ്വതി ഇൻ കൂതാനൂർ.
ഭൂതാനൂറിൽ വെച്ചിട്ട് സരസ്വതി ദേവി അദ്ദേഹത്തിനെ ബ്ലെസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ്. സോ ഓർത്ത് വെക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ നെറ്റ് എക്സാമിൽ നമ്മൾ ചോദിച്ചിട്ടുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് അടുത്തൊരു ചോദ്യമൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനകത്തേക്കൊക്കെ കയറിപ്പോവും. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി മുന്നത്തെ വർഷങ്ങളിലേതാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2021-2 സമയത്തൊക്കെ ഉള്ളതാണ്. റീസെൻ്റ് ആയിട്ടുള്ളതിലേക്ക് വരുമ്പോൾ പുതിയ ചോദ്യങ്ങൾ അതിനകത്ത് വേറെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്, നെയിം ദ ഇൻസ്ക്രിപ്ഷൻ. നമ്മൾ അവസാനിപ്പിക്കാണ്ടോ ഈ ഒരു ചോദ്യത്തോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യും. നമ്മൾ ഓൾറെഡി കുറേ ലെങ്തി സെഷൻ ആയിട്ടുണ്ട്, ഐ നോ ദാറ്റ്. ബട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും നഷ്ടമൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പുതിയ കണ്ടെത്തൽ എന്ന് പറയുന്നത്. പണ്ട് മുതലുള്ള കണ്ടെത്തലാണ്, ബട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം ക്ഷമയോട് കൂടിയിട്ട് തന്നെ ഇങ്ങനെയുള്ള സെഷൻസൊക്കെ വാച്ച് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ചോദ്യം ഇതാണ്, നെയിം ദ ഇൻസ്ക്രിപ്ഷൻ വിച്ച് റെഫേഴ്സ് ടു ദ കൺസ്ട്രക്ഷൻ ഓഫ് പൂജശില പ്രകാര. പൂജശില പ്രകാരയുടെ കൺസ്ട്രക്ഷനെ സംബന്ധിച്ച് പറയുന്ന ഇൻസ്ക്രിപ്ഷൻ ഏത്? നാനാഗഡ് ഇൻസ്ക്രിപ്ഷൻ ആണോ, ഹാദിഗുംഫ ഇൻസ്ക്രിപ്ഷൻ ആണോ, ഹൽമഡി ഇൻസ്ക്രിപ്ഷൻ ആണോ, ഗോഷുണ്ടി ഇൻസ്ക്രിപ്ഷൻ ആണോ? ഇവിടുത്തെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ഗോഷുണ്ടി ഇൻസ്ക്രിപ്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, ഹതിബാധ ഗോഷുണ്ടി ഇൻസ്ക്രിപ്ഷൻ എന്നുള്ളതാണ്. അതിനകത്താണ് ഈ ഒരു പൂജശില പ്രകാരനെയൊക്കെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആൻഡ് അതിനകത്ത് ഈ പറഞ്ഞ ഹിന്ദു ഡൈറ്റീസ്, പ്രത്യേകിച്ച് വസുദേവ, അതുപോലെ സംഘർഷണ തുടങ്ങിയിട്ടുള്ളവയുടെയൊക്കെ വർഷിപ്പിനൊക്കെ സംബന്ധിച്ച് പറയുന്നുണ്ട്. സോ രാജസ്ഥാനിലെ ഗോഷുണ്ടി വില്ലേജിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഹതിബാധ ഗോഷുണ്ടി ഇൻസ്ക്രിപ്ഷൻ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ചിലതൊക്കെ നമുക്ക് വളരെ ഡിഫിക്കൽട്ടായിട്ട് തോന്നും. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് ഇതിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് കൊണ്ടാണ്. കുറച്ച് സെഷൻസൊക്കെ നിങ്ങൾ വാച്ച് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യനിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത വരുന്ന ക്വസ്റ്റ്യനൊക്കെ ഇതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ഈ പറയുന്ന എക്സ്പ്ലനേഷൻ എന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ നിങ്ങൾക്ക് സുഖമായിട്ട് പിന്നീട് അങ്ങോട്ട് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. സോ നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, കൂടുതൽ സമയം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾ നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സബ്ജക്ട് നോളജ് വർദ്ധിക്കും. നിങ്ങൾക്ക് മറ്റുള്ള എക്സാമുകളൊക്കെ ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതൊരു എങ്ങനെ പറയല്, വലിയൊരു പാക്കേജാണ്. വെറും നെറ്റിന് മാത്രം വേണ്ടിയിട്ടുള്ളൊരു പാക്കേജ് അല്ല. പകരം എന്താണ്, എല്ലാ എക്സാമുകൾക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, ഹിസ്റ്ററി റിലേറ്റഡ് എക്സാമുകൾക്കൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു സംഗതിയാണ് ശരിക്കും നെറ്റ് എക്സാമിനുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടൊരു പ്രിപ്പറേഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ താഴെ വരുന്ന എക്സാമുകൾക്കൊക്കെ നമുക്ക് ആ ഒരു പ്രിപ്പറേഷൻ നമ്മളെ വളരെയധികം സഹായിക്കും എന്നുള്ളത് തന്നെയാണ്. സോ ആത്മാർത്ഥമായിട്ട് വളരെ സത്യസന്ധമായിട്ട് പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിലൊക്കെ അറിയിക്കുക. ഓൾസോ പറയാനുള്ളൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. നമ്മൾ അതിനകത്ത് മെറ്റീരിയൽ, പോൾ തുടങ്ങിയുള്ള സംഗതിയൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങൾ ഇതുവരെ അതിൻ്റെ ഭാഗമായിട്ടില്ല എങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ ആ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം വളരെ ക്ഷമയോടെ, വളരെ എങ്ങനെയാ പറയല്, ആത്മാർത്ഥതയോടെ സഹിച്ച് ക്ഷമിച്ചിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. മറ്റൊരു സെഷനിൽ മറ്റൊരു സെറ്റ് ഓഫ് PYQസുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു, ബൈ.